നമസ്കാരം, എല്ലാവർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ടോക്ക് ടൈമിന്റെ മറ്റൊരു എപ്പിസോഡാണ്. ഇപ്പോൾ ഞാനിപ്പോഴും നിൽക്കുന്നത് നമ്മുടെ മടപ്പള്ളി കോളേജിൽ തന്നെയാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചതല്ല, വേറൊരു ചോദ്യമാണ്. അതിപ്പോൾ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ ഡയറക്റ്റ് തന്നെ ചോദിക്കും. ആ ഒരു എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. പേര്? അഞ്ജു. ലുലു. സഫ്ന. ചൈതന്യ. ഏതാ മാറിക്കുന്നത്? നിൽക്കുവോ സുബിൻ? ഇങ്ങനെ പേടിച്ചു, എന്തോ ഒരു അത്ഭുത ജീവിയെ പോലെ സുബിൻ എന്തൊക്കെയാ നോക്കുന്നത്. 5 മിനിറ്റ് ഇവിടെ നിൽക്ക്. എന്ത് ചെയ്യുന്നു നിങ്ങൾ? ഏത് ഇയറാണ്? BA ഫൈനൽ ഇയർ ഡിഗ്രി. ഈ ഫൈനൽ ഇയറിലെ ഒരു സെക്കൻഡ് ഇയർ വെറുതെ കയറിയതാ, വലിഞ്ഞു കയറിയതാ അല്ലേ? എങ്ങനെ എന്ത് തോന്നുന്നു? നിങ്ങളുടെ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ നിങ്ങളുടെ ക്യാമ്പസ് ലൈഫൊക്കെ അവസാനിക്കാൻ. എന്ത് തോന്നുന്നു? അതെ, ക്യാമ്പസ് ലൈഫ് അവസാനിച്ചാൽ ചിലപ്പം ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരിക്കും. ജീവിതത്തിലെ തന്നെ ഒരു വലിയൊരു മിസ്സിംഗ് ആയിരിക്കും തോന്നുന്നു. ഇപ്പൊ തന്നെ മിസ്സിംഗ് തുടങ്ങിയോ? തുടങ്ങി. ഫ്രണ്ട്സിനെ, ടീച്ചേഴ്സിനെ, എസ്പെഷ്യലി കോളേജിനെ എല്ലാത്തിനെയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു 3 വർഷമായില്ലേ നിങ്ങൾ ഈ ഒരു ക്യാമ്പസ് ഇങ്ങനെ എന്താ പറയാ അടിച്ചു പൊളിച്ച് നടക്കുന്നത്? നിങ്ങൾ 3 ഇയർ അല്ലേ? 3 വർഷമായില്ലേ? സീനിയർ 3rd ഇയർ അല്ലേ? ഇപ്പോൾ ഇവിടെ 2nd ഇയർ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? മറക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവം രസകരമായിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ഫ്രഷേഴ്സ് ഡേയുടെ ആ ഒരു ഓർമ്മയുണ്ടോ? ഫ്രഷേഴ്സ് ഡേ അല്ല, ഞങ്ങൾ ആ ഒരു സ്പിരിറ്റില് അതും കഴിഞ്ഞു. ഞാൻ ഒരു ചെറിയൊരു ഗെയിം വരാം. അടുത്ത് നിൽക്കുന്നു, നിങ്ങളൊന്ന് മാറിക്കുന്നത്. ഇവിടെ എന്തോ ഒരു മനസ്സിലെന്തോ ഉണ്ടല്ലോ. മനസ്സിൽ ഒരു പെണ്ണുണ്ട് ഗാർഡല്ല നിക്കുന്നത്, അപ്പൊ അങ്ങോട്ട് പോന്ന. ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ലേ, ഒന്നും ചോദിച്ചില്ല. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം? എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇവർക്കെല്ലാം അറിയാം. പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന യൂണിയന്റെ കുറെ അടി വാങ്ങിയിട്ടുണ്ട്, വേറൊന്നുമില്ല. അതുകൊണ്ടാണോ മെലിഞ്ഞു പോയത്? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഗെയിം വരാം. നമ്മുടെ വന്ദനം സിനിമ കണ്ടിട്ടുണ്ടല്ലോ? കാണാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ല, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? അതിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്നോട് പറ ഐ ലവ് യു ഇല്ലേ? ഒരു ഡയലോഗ് ഇല്ലേ? അത് നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾ അത് അവിടെ ലാലേട്ടൻ പറഞ്ഞ് നോക്കണ്ട, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂ അത്. ഡയലോഗ് എന്തോ ഇത്രയേ ഉള്ളൂ, എന്നോട് പറ. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്ക. ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷനാണ്, എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാനത് ആർക്കും കൊടുക്കില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ബഹളം ഉണ്ടാക്കില്ല പ്ലീസ്. ബഹളമൊന്നും ഉണ്ടാക്കുകയല്ല, ഞാൻ നേരെ MD എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. വേറെവർ യു ഗോ ഐ ആം ദേർ ഗാദാ ജാം. അയ്യേ, ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ല? പറ്റില്ല. എന്റെ ജാം ആരും വാങ്ങിച്ച് തിന്നണ്ട, ഞാൻ തിന്നോളാം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല, 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 തരില്ല. അയ്യോ പ്ലീസ്, അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോകരുത്. പറയൂലല്ലേ? പറയാം. ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഓക്കേ, ടെൽ മീ. ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. MD, ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. MD, എന്നാ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. MD, 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു, ഐ ലവ് യു എന്ന്. MD, 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. I too love you.
എന്നെ ഇങ്ങനെ നോക്കല്ലേ, ഞാൻ പറയാം. എന്നോട് പറ ഐ ലവ് യു. എന്നോട് പറ ഐ ലവ് യു. നല്ലൊരു കൈയ്യടി കൊടുക്കും. എന്താ നിങ്ങൾ ചിരിക്കല്ലേ, ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. എന്തത്? എന്നോട് പറ ഐ ലവ് യു. ഇത് കരഞ്ഞോണ്ട് പറഞ്ഞു പോയാലല്ലേ. എന്നോട് പറ ഐ ലവ് യു. ഓക്കെ ഓക്കെ. എന്നോട് പറ ഐ ലവ് യു. എന്നോടും പറ ഐ ലവ് യു. ഇവിടെ നോക്കി പറ, ക്യാമറ നോക്കി പറ. നോക്കണ, എന്നോട് പറ ഐ ലവ് യു. നല്ലൊരു കയ്യടി എടുത്ത. അത് ശരി, ഇതൊരു എന്താ പറയാ, ഇതൊരു ഗെയിമാണ്, ഇതൊരു റിയൽ അല്ല. സോ ആ സ്പിരിറ്റിൽ എടുക്കുക എല്ലാവരും. അപ്പൊ എന്തായാലും കാണുന്നൊരു ബുദ്ധിയുള്ളവരല്ലേ, അപ്പൊ അവർ ആ സ്പിരിറ്റിൽ എടുക്കും. അപ്പൊ എന്തായാലും നല്ലൊരു സോങ് കോമഡി സീൻ പ്ലേ തരാം. അതിന് മുന്നായിട്ടൊരു പാട്ട്. ആരാ? हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे जुड़ा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो. ഓക്കെ ഓക്കെ, നന്നായിട്ട് പാടി. സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി പാട്ട് പാടല്ലോ അല്ലേ രണ്ടുപേര്? മലർകളെ മലകളെ ഇതെന്ന കനവാ, മലർകളെ മലകളെ ഇതെന്ന നിனைவா, ഉരുകിയതേ നാദുള്ളം, പെരുകിയതേ വെള്ളം, വിണ്ണോടും നീതാൻ, മണ്ണോടും നീതാൻ, കണ്ണോടും നീതാൻ വാ. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കും. എന്താ നിങ്ങള് ഒരു പാട്ടൊക്കെ ഇത്രയും നന്നായിട്ട് പാട്ടൊക്കെ ഇട്ട് കൈയടിക്കാതെ അല്ലേ? എന്നും കേൾക്കണമെന്നുണ്ടോ? ഞങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും നല്ലൊരു കോമഡി സീൻ വെച്ചുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാറ്, ഒരു സാറിന്റെ പേര് ഡെഡിക്കേറ്റ് ചെയ്യാം ഒരു സാറിന്. നാസർ സർ. നാസർ സാറിന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ HOD ആയ നാസർ സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കോമഡി സീൻ ഇതായിരുന്നു. ഗംഗാര ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതച്ചിടടാ. ഗംഗാര ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും, എന്റെ പണി പോവും. പണി പോട്ടടാ, നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതക്കുന്നതാണ് അബദ്ധം. കൈയെടുക്കണ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ലാന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറാ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എടോ ഒന്ന് പതുക്കെ പറ, അവനകത്തുണ്ട് സിക്കന്ദർ. ചിക്കന്തറല്ല മട്ടന്തർ വന്നാലും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം, കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വിളിയടാ. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു, 5000 സാലറി. ഇതാ പോരെ? ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ. ഈ 5000 എന്ന് പറഞ്ഞ എത്രയാ? 5000 കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണിയൊന്നൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. വാടാ.
5,000 അനക്കണ്ട. 5,000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആടിനുണ്ടായതാ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ? ഞാൻ പോട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ കഴിഞ്ഞ കോമഡി സീനുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മള് എന്താ പറയാ, ഈ ഒരു ചോദ്യം എന്താ പറയാ, എല്ലാരും എങ്ങനെ പറയുമെന്നാണ് അതിന്റെ ഒരു ഭംഗി. ഇത് വെച്ചൊരു എന്റർടൈൻമെന്റ് ആണ്, അല്ലാണ്ട് നമ്മളിത് റിയൽ ആയിട്ടൊന്നല്ല. അപ്പൊ അവരുടെ ആ ഒരു പെർഫോമൻസ്, അവരുടെ ആക്ടിങ്, അവരുടെ ആ ഒരു കഴിവ് അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവർക്കാണ്, അത്രയും നന്നായിട്ട് പെർഫെക്റ്റ് ആയി പറയുന്നവർക്കും ആ രസകരമായിട്ട് പറയുന്നവർക്കാണ് സമ്മാനം. അപ്പൊ എന്തായാലും നേരത്തെ ഒരു പയ്യൻ കുഴപ്പമില്ലാണ്ട് പറഞ്ഞു. ഇനി അതിലും നന്നായിട്ട് ഇവർ പറയോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേര് സനൽ. നിതിൻ. ചിരൺ. ചിരൺ എന്നുള്ള ഫുൾ നെയിമാണോ അതോ വിളിക്കുന്ന ചിരൺ? ചിരൺ ലാൽ. ലാൽ പിന്നെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് പിന്നെ ആ ലാല് കട്ട് ചെയ്ത് ചിരൺ ആക്കിയല്ലേ? നിങ്ങൾ ലാലിന്ന് വിളിക്കോ? ഞങ്ങൾ ലാലിന്ന് വിളിക്കൂല, വേറെ ഓരോ പേരിൽ വിളിക്കും. പറയാൻ പറ്റുന്ന നല്ല പേരുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റുന്ന മനസ്സിലായി. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തമൊക്കെ? ഏത് ഇയർ അപ്പോ? തേർഡ് ഇയർ സോളജി. 3 പേരും? 3 പേര്. ഭയങ്കര ഞാൻ വിചാരിച്ചു നിങ്ങള് സീനിയേഴ്സ് ആണ്, തേർഡ് ഇയർ ആണ്, അപ്പൊ അതുകൊണ്ടൊരു വിഷമം, ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകാനുള്ള ഒരു വിഷമം നിങ്ങളെ മുഖത്ത് കാണില്ലല്ലോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ. എന്ത് പറ്റി? അതിനില്ലേ കാലം ഇനിയും ബാക്കിയില്ലേ? ആകെ 4-5 ദിവസമല്ലേ ഉള്ളൂ. അത് നമ്മൾ പരമാവധി എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ള ദിവസം 10-15 ദിവസം എന്ന് പറയുന്ന ഒരു 3 കൊല്ലം പോലെ തന്നെയാണ്. എന്നും എൻജോയ് ചെയ്യുക. അതാണ് ഇപ്പൊ ഇത്രയും ദിവസം നിങ്ങളുടെ ക്യാമ്പസ് അല്ലെ, 3 വർഷത്തോളായി ഇവിടെ. നിങ്ങൾക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും അങ്ങനെ ഒരുപാട് നിങ്ങളുടെ മെമ്മറിയിലുണ്ടാവും. ക്യാമ്പസിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഓർത്താൽ കിട്ടുന്ന ഒരു അനുഭവം എന്താ? ഇവിടുത്തെ പരിപാടികളും പിന്നെ ഓരോ സീസണിൽ വരുന്ന പരിപാടികൾ, ഓണ പരിപാടി, അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? അതിൽ പങ്കെടുക്കാറുണ്ട്. ഘോഷയാത്രയെല്ലാം പങ്കെടുക്കാറുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ? പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. പാട്ട് പാടാൻ പങ്കെടുക്കാറുണ്ട്. കൂവല് കിട്ടൽ കുറവാ, കിട്ടിയേക്ക് കുറവാണെന്നുള്ളല്ലേ? ആത്മാർത്ഥമായി പറഞ്ഞു ഞാൻ ക്ഷയിക്കേണ്ടവരാണ്. ഞാൻ ചിലപ്പോ ഈ മൈക്കും ക്യാമറ ഒക്കെ ഉണ്ട്, എന്റെ പാട്ടിനാരും കൂയിട്ടൊന്നുമില്ല, ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചു. അതിൽ ആത്മാർത്ഥമായി പറഞ്ഞു, അതാണ്. അതുപോലെ ഞാൻ ചെറിയൊരു ഗെയിം, നിങ്ങൾ പാട്ട് പാടുന്നവരുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്, അഭിനയങ്ങൾ എന്താ പറയാ ജീവിതത്തിൽ അനുഭവിച്ചവരുണ്ട് അല്ലെ? പല ഘട്ടങ്ങളിലും. ചിലപ്പോൾ ലീവ് എടുക്കുന്ന സമയത്ത് എനിക്ക് പനി അല്ലെങ്കിലും സാറേ എനിക്ക് ഭയങ്കര പനിയും ജലദോഷം ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾ ആക്ട് ചെയ്യാറില്ലേ? അതേപോലെ ഒരു ആക്ടിംഗ് ആണ് ഞാൻ തരാൻ പോകുന്നത്. നമ്മൾ മന്ത്രം എന്ന സിനിമ അല്ലെ, കണ്ടിട്ടില്ല എല്ലാവരും? 3 പേരും കണ്ടില്ലേ? അതിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. പക്ഷെ അതുപോലെ പറയാൻ പറ്റില്ല, എന്നാൽ കൂടി ആ ഒരു നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ പറയാം. ഏത് ഡയലോഗ് മനസ്സിലായോ? ഏത് ഡയലോഗാണ്? എന്നോട് പറ ഐ ലവ് യൂന്ന്. അതെന്നെ പറയണം. അപ്പൊ അത് ആ നിങ്ങളുടെ ആ ഒരു ഫീൽ. ഇപ്പൊ എങ്കില് എന്നോട് പറ ഐ ലവ് യൂന്ന്. ഓക്കെ ഓക്കെ, ഒരു നല്ല കൈയടി. എന്താ നിങ്ങള്? അപ്പൊ ഇനി ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ എന്നോട് പറ ഐ ലവ് യൂന്ന്. എന്നോട് പറ ഐ ലവ് യൂന്ന്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനിയൊരു ടീമും കൂടി ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് സമ്മാനം കൊടുക്കാം. അപ്പൊ എന്തായാലും പാട്ടുകാരൻ ഒരു പാട്ട്. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖ ബിംബം. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ
പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളേ. പഠിക്കണം. ഇങ്ങനെയൊക്കെ കഴിവ് കിട്ടുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് അത് വെച്ച് അവിടെ ഇരിക്കരുത്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ കഴിവ് ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിലും നന്നായിട്ട് പാടണം. പാടില്ലേ? പഠിക്കാൻ പോകില്ലേ? പഠിക്കാൻ പോകണം. കഴിവ് വെറുതെ നശിപ്പിക്കരുത്. അപ്പൊ എന്തായാലും നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ പാട്ട് ആസ്വദിച്ചിട്ട് നല്ലൊരു കോമഡി സീൻ വെച്ചേരണ്ടേ? ആണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ കോമഡി കാണാൻ? ഇഷ്ടമാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു നല്ലൊരു കോമഡി സീൻ വെച്ചാൽ ഡെഡിക്കേഷൻ പറഞ്ഞോളൂ. ആർക്ക് വേണ്ടിയിട്ട്? ഒരു സാറിന്റെ പേര്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ നാസർ സാർക്ക് വേണ്ടി. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ നാസർ സാറിന് വേണ്ടിയിട്ടാണ് അടുത്ത കോമഡി സീൻ വരുന്നത്. പ്ലീസ്. ഇതുവരെ ഒരു പെൺകുട്ടിയെ നോക്കാതിരുന്നാളാ ഇപ്പത്തെ മുഖത്തുനിന്ന് കണ്ണെടുക്കണില്ല. ഹായ് മാഗി. ഹായ് ഹായ് മോർണിംഗ്. തന്നെ ഞാൻ വിഷ് ചെയ്തു. ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ്? വേണ്ട. നല്ല സ്റ്റൈലാണല്ലോ. എന്താണ് വിശേഷം? എന്റെ അമ്മാവന്റെ മോളെ പെണ്ണാണൻ. റെഡിയാക്കി നിർത്തിയിട്ടേ. അല്ല വേഷം മാറിയോണ്ട് ചോദിച്ചതാ. വേഷം മാറി നീ എന്ത് ചുതരൊക്കെ പോട്ടെ. നല്ല കാര്യമുണ്ടായിരുന്നു. അമ്മോ ദേ അതിന് വട്ടമില്ലാ തോന്നണ. അതിന് നിനക്കെന്താ മിണ്ടാ നടക്കുവണ്ണേ. ഇടിക്കും ഞാൻ. ഹലോ. ഒന്നുകൂടി പറഞ്ഞേ. ഹലോ. ഒന്നുകൂടി. ഹലോ. വളരെ സോഫ്റ്റ് ആയിട്ട് ശബ്ദം താഴ്ത്തി. ഹലോ. ഹലോ. കുട്ടി പോക്കോളൂ. ഹലോ ഹലോ ഹലോ. പറയടി, എവിടെയാണ് നീ? നിന്നെ ഹലോ എന്ന് പറഞ്ഞേ. ഇയാൾക്കെന്താ വട്ടാണോ? താങ്ക്സ്. ഒന്നുമില്ല, ഇവിടെ ഒരു വട്ടൻ. ഇപ്പൊ എവിടെയാണ് നീ ഉള്ളത്? ഞാൻ കാണണ്ട ജയകൃഷ്ണനെ ജീൻസും ബ്രൗൺ ഷർട്ടും ഇട്ട് ലൈബ്രറിയുടെ മുന്നിൽ ഫോണുമായി നിന്ന് കളി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഉണ്ട്. ഒരു 10 മിനിറ്റ് നീ കട്ട് ചെയ്ത സംസാരിക്കടി. അതിനുള്ളിൽ ഞാൻ നിന്നെ പിടികൂടിയിരിക്കും. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടണേ? എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞ പോരെ? ആ നിമിഷം ഞാൻ മുന്നിൽ ഒന്ന് നിൽക്കില്ലേ? നല്ല സ്റ്റൈലായിട്ട്. അതിന് നിന്റെ മറ്റവും വരൂടി. അപ്പൊ 10 മിനിറ്റ് അല്ല 10 വർഷം എടുത്താൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തിനടി 10 വർഷം 10 സെക്കൻഡ് കൊണ്ട് നിന്നെ, നിന്റെ അച്ഛനെ, കുടുംബക്കാരെ മുഴുവൻ ഞാൻ കണ്ടുപിടിക്കൂടി. ഈ ഡ്രസ്സിലും ആള് സുന്ദരനാട്ടോ. പക്ഷെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നത് ചാത്തന. ഫ്രീ ആയിട്ടിരുന്നതാ ഭംഗി. അതുപോലെ ഷർട്ട് പാടെ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡില് എനിക്ക് സൗകര്യമുള്ളടി. നിന്റെ അമ്മൂമ്മയുടെ ട്രെൻഡിന് ഞാൻ മുടി ചാത്തം പോലെ തന്നെ വെക്കും. പിന്നെ ഞാൻ ഷർട്ട് മുഴുവൻ അയച്ചിട്ട് നടക്കും. നീ എന്നെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ കോമഡി സീനും അതുപോലെ ഇവരുടെ രസകരമായ അനുഭവങ്ങളും അതുപോലെ അവരുടെ ടോക്കൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സമയം എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമയം പോകണം അറിയുന്നില്ല അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഒരു ടീം കൂടി പരിചയപ്പെടാനുള്ള സമയമുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അവരെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പൊ അവർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഡി ആയിക്കുക. പേര് പറ. റിസ്വാൻ. റോഷൻ. റിഞ്ചൽ. റിംസ. റിയ. ഫിറോസ്. എന്താണ് നിങ്ങൾ പൊതുവെ ഈ ക്ലാസ് ഒക്കെ ഇല്ലാത്ത ടൈമിൽ ഒരു സംസാരം വരികയാണെങ്കിൽ എന്തിനെ കുറിച്ചായിരിക്കും? പരദൂഷണാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? കാഷ്വൽ ടോക്ക്. അതെന്താണ് കാഷ്വൽ ടോക്ക്? എന്താണ് പല അങ്ങനെ പൊതുവെ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ പൊളിറ്റിക്സ്, സിനിമ അല്ലെങ്കിൽ കോളേജിലത്തെ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. സംസാരം വെറുതെ എന്തെങ്കിലും പോളിറ്റിക്സ് ഒന്നും താല്പര്യമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാല്ലേ? കറണ്ട് അഫയേഴ്സ് സംസാരിക്കും, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ കോളേജ് ഡേ വരുന്നുണ്ട്, അപ്പൊ അതിനെന്തേ പ്രോഗ്രാം ഇടണോ എന്നൊക്കെയുള്ളൊരു ആനുവൽ ഡേക്ക് ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം ആക്കണമെന്നുണ്ട്.
ഡാൻസ് കളിച്ചിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക, എന്താണ്? കളിച്ചിട്ട് മറ്റുള്ളവർ ആസ്വദിക്കും. അതെ. ഓക്കെ, നിങ്ങള് ഫൈനൽ ഇയർ ആണോ എല്ലാരും? അതെ. അല്ല സെക്കൻഡ്, സോറി. എല്ലാരും സെക്കൻഡ് ഇയേഴ്സ് ആണല്ലേ? ഞാൻ പെട്ടെന്ന് ഫൈനൽ ഇയർ ആണോ പിന്നെ ഒരു കൺഫ്യൂഷൻ, എന്ത് പറ്റി? പെട്ടെന്ന് ഏടല്ലോ മൈൻഡ് പോയി എത്തി? അല്ല കോളേജ് ഡേയിലേക്ക് പോയി. ഇനിയിപ്പോ നിങ്ങളുടെ ജൂനിയേഴ്സ് വരാം അല്ലേ? എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫീലിംഗ്? ഫീലിംഗ് എന്ന് വെച്ചാല് ഓപ്പണായി പറയാം. ഇനി ക്യാമറ മൈക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് മനസ്സിലായില്ല. ഇപ്പൊ ജൂനിയേഴ്സ് വരാണ്. അപ്പൊ നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ സീനിയേഴ്സ് ആകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ആ ജൂനിയേഴ്സ് വരുമ്പോൾ സുന്ദരിയായ പെൺകുട്ടികളും സുന്ദരന്മാരായ ചെക്കന്മാരെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അല്ല, ഇനി അടുത്തൊരു ജൂനിയേഴ്സ് വരില്ലേ, സബ് ജൂനിയേഴ്സ്. എന്നാ എക്സൈറ്റഡ് ആണ്, ഇത്രേ ഉള്ളൂ. നിങ്ങളെന്താണ്, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താ പ്രതീക്ഷകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവരെ വരവേൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജൂനിയേഴ്സ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഒരു ബൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ട്. അതന്നെ. ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളിപ്പോ 2 വർഷമായി അല്ലെ ക്യാമ്പസ് അടിച്ചു പൊളിക്കും, നല്ല സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും ആ ഒരു അനുഭവത്തിലല്ലേ? അപ്പൊ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം, എന്തെങ്കിലും പെട്ടെന്ന് ഓർക്ക കിട്ടുന്ന എന്തെങ്കിലും അനുഭവം? കോളേജ് ഫൈനാൻസ് ഡേ ആണ്. അതാണ് അതിൽ വെച്ചാൽ 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അത് നന്നായി എൻജോയ്മെന്റ് ചെയ്തു. പ്രോഗ്രാംസിൽ പങ്കെടുത്തുണ്ടോ? നാടകം ഉണ്ടായിരുന്നു, വേറൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാനൊരു ചെറിയൊരു ഗെയിം തരാണ്. അപ്പൊ അറിയാം, ഓരോ എപ്പിസോഡിലും ഓരോ നല്ലൊരു പെർഫോമറെ കണ്ടെത്തുകയാണ്. അപ്പൊ 2 ഗ്രൂപ്പ് കഴിഞ്ഞു, നിങ്ങൾ 3-ാമത്തെയാണ്. ഞാൻ ഒരു സിറ്റുവേഷൻ പറയും. ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് ആക്ടിങ് ആണ്. അല്ല, തട്ടത്തായ് എല്ലാ എപ്പോഴും തട്ടത്തിൽ മറയത്ത് ഇങ്ങനെ അത് ഇറ്റായത് നിങ്ങളെ കോളേജ് കൊണ്ടാണ്, അത് വേറെ കാര്യം. അപ്പൊ ഇനി അതേപോലെ വേറെ ഡയലോഗ്. അത് ശരി. അപ്പൊ ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് കണ്ടുപിടിക്കും, കാരണം നമ്മളിപ്പോ ഓൺലൈൻ ചാനലായി. അപ്പൊ ഇനി വേൾഡ് മൊത്തം എല്ലാവരും കാണാം. നിങ്ങളുടെ ഫോണിൽ മൊബൈലിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കാണാം, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിപുലാക്കി, സമ്മാനം നന്നായിട്ടാക്കി. പോരെ, സന്തോഷമായില്ലേ? അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു സിറ്റുവേഷൻ തരാം. വന്ദനം എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? വന്ദനം കാണാത്തവരുണ്ടോ? നോണ പറയത് കണ്ടി. ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണ്? ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയുള്ള ഡയലോഗ് ചെറിയൊരു സംഭവം ഉള്ളു. എന്നോട് പറ ഐ ലവ് യു, ആ ഒരു സംഭവം. കഥ, യെസ്, കഥ അതന്നെ. അപ്പൊ അത് നിങ്ങളൊന്ന് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം. ആ ഡയലോഗാ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഗാഥ ഇവിടെ ഗാഥ നിൽക്കുന്നു. ഇല്ല, ഇവിടുന്ന് തുടങ്ങും. അതായത് നമ്മളെ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുന്നു, പുള്ളിക്കാരത്തി ഇവിടെ നിൽക്കുന്നു, ഗാഥ. അപ്പൊ ഗാഥയെ നോക്കിയിട്ട് എന്നോട് പറ ഐ ലവ് യു, അതാണ് ഡയലോഗ്. അത്രേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് ഉണ്ട്. അല്ല, ഇനി ഇവിടെ ഡയലോഗ്സ് മനസ്സിലായില്ല. ഇത്രേ ഉള്ളൂ, എന്നോട് പറ ഐ ലവ് യു. ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പറഞ്ഞു, വേറെ ഒന്നുമില്ല. ഒരു ഐ ലവ് യു പറയാൻ വേണ്ടി പറയത്ര അറിയില്ലേ? എന്നോട് പറ ഐ ലവ് യു. പോരാ, എന്നോട് പറ ഐ ലവ് യു. കാണാട് പറയുന്ന പോലെ അല്ല, ആ ഒരു ഫീല് വരട്ടെ. ഞാനും അതിനാണ് പറയേണ്ടത്, എന്നോട് പറ ഐ ലവ് യു. ഒപ്പിക്കാം, കുഴപ്പമില്ല. എന്നോട് പറ ഐ ലവ് യു, എന്നോട് പറ ഐ ലവ് യു. ഒന്ന് നല്ല കൈയടിച്ചോ, ഭയങ്കര ഒല്ലിപ്പിച്ചോട് പറഞ്ഞു പോയി. കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ആവശ്യം. എന്നോട് പറ ഐ ലവ് യു, എന്നോട് പറ ഐ ലവ് യു. ഒരു കുഴപ്പമില്ല. എന്നോട് പറ ഐ ലവ് യു. അല്ല, പക്ഷെ ഒരു ഐ ലവ് യു എന്നല്ല പറയാൻ പോയത്, അല്ലാണ്ട് വേറെ മോഹൻലാൽ. അല്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഫണ്ണി ഇട്ട്, അത്രേ ഉള്ളേ. കുറ്റപ്പെടുത്തിയല്ലേ? ഫീലായോ? ഓക്കെ, അപ്പൊ എന്തായാലും സമ്മാനം ഉണ്ട്. ഇപ്പൊ ആരൊക്കെയാ നിങ്ങൾക്ക് തോന്നി കുഴപ്പമില്ലാണ്ട് പറഞ്ഞേ? വേണമെന്ന് തോന്നുന്നു. നല്ലൊരു കൈയടി കൊടുക്ക്. എന്നോട് പറ ഐ ലവ് യു. അപ്പൊ എന്ത് തോന്നുന്നു സമ്മാനം കിട്ടിയപ്പോ? പണ്ട് പല ആളുകളോട് ഇത് പറഞ്ഞത് ഉപകാരം തോന്നിയോ? ഇല്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നന്നായിട്ട് പറഞ്ഞതിന് സമ്മാനം ഉണ്ട്. എവിടെ സമ്മാനം? അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണല്ലോ. അപ്പൊ നമ്മള് നേരത്തെ 2 ടീമും ഒരു പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ പറഞ്ഞില്ല. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു നെഫ്ര അല്ലേ? നെഫ്ര എന്നല്ല പേര്? റിൻസ. ഓക്കെ, പേരൊന്നും ഓർക്കുന്നില്ല, സമ്മാനം ഇങ്ങോട്ട് തന്നേക്കുന്നില്ല. അതെന്തായാലും നമ്മുടെ കടത്തനാട് നൽകുന്ന നല്ലൊരു സമ്മാനം.
ഹാപ്പി. ഒരു പാട്ട് എല്ലാരും കൂടി ഒരു അടിച്ചുപൊളിയൊരു പാട്ട്. ये मुझको बता दे चाहूं मैं या ना, अपनी तो दिल का बता दे चाहूं मैं या ना, इतना बता दो तुझको चाहत पे अपनी मुझको यूं तो नहीं पिया, फिर भी ये सोचा दिल ने अब जो लगा हूँ मिलने पूछो तुझे एक बार, तू ही मुझको बता दे चाहूं मैं या ना. ഐഡി കൊടുക്കണോ? നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് അല്ല. എത്ര നന്നായിട്ട് പാട്ട് പാടിയാണ്. എങ്ങനെ എന്ത് പറഞ്ഞു? കത്തിയടിച്ച കിട്ടിയ ഗ്യാപ്പിൽ എന്താ പറയാ, ഗോൾ അടിച്ചല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു കോമഡി സീൻ വെച്ചുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ആരാ? ഒരാളുടെ പേര്. ഫിലിമിന്റെ പറയണ്ട, ഞങ്ങൾ നല്ല കോമഡി സീൻ വെച്ചുതരാം. ഡെഡിക്കേഷൻ ഫുള്ളും ഒരാളുടെ മതി. വിനോദ് സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്. അപ്പൊ എന്തായാലും ഇവരുടെ പാട്ടും അതുപോലെ ഇവരുടെ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ട് ആസ്വദിച്ചിരിക്കാന്ന് അറിയാം. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള വിനോദ് സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കോമഡി സീൻ ഇതായിരുന്നു. I've been watching you guys, okay? ഇപ്പുറത്ത് വന്നേ. ഇംഗ്ലീഷ് ഞാൻ ഈ ആയിഷാന്റെ പിന്നാലെ നടത്തണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. പ്രശ്നാവും. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ഡീൽ ചെയ്തോളാം. സാർ ആ ഡീലി ഞാനിരുന്നോളാം. പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംതിയാസ്? ആരാ ഇംതിയാസ്? ഇംതിയാസ് ഐഷന്റെ മ്യൂസിക് ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരൻ. 4 കൊല്ലമായിട്ട് അവനോളെ പ്രേമിക്കുക. He's gonna screw you guys. Screw. Surface tension is a property of the force of a liquid that allows it to resist an New external message. force. Text message. Surface tension Mutte. has the dimension of force per unit length or MUTTA. energy per unit area. പോയാൻ പറ. ഒരു പാട്ടുകാരൻ ഇംതിയാസ്. ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുള്ളതാ. ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലെന്ന്. Viscosity describes a അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഈ പാട്ട് പാടുന്ന തെണ്ടികൾക്ക് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. മുൻതൂക്കം ഇന്നേക്കാളും കൂടുതൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുസ്ലിമാണ്, പറഞ്ഞു കേട്ട് വെച്ച് കാണാൻ നല്ല മൊഞ്ചനും. പക്ഷെ അതൊന്നും പ്രശ്നടാ. Vinod, what is the surface tension of oil in water? Abdo, Sir, question once more. what is the surface tension of oil in water? Sir, I was absent, sir. Get out! The applied force is proportional to the area and velocity. നാലൊരു മുൻതൂക്കമുണ്ട്. ഓ മൊഞ്ചനാണ്, പോരാത്തിന് മുസ്ലിമും. പക്ഷെ അതൊന്നും പ്രശ്നടാ. എന്താ? ലോഗിൻസ് റോഡിൽ ചെരുപ്പട നടത്തുന്ന ജമാലിനെ നിനക്ക് അറിഞ്ഞൂടെ? ഓൻ ഇംതിയാസിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാര്യം പറ. ഞാൻ പറയാം. നീ ടെമ്പർ തെറ്റാണ്ടിരിക്കുക. അതു ഇനി കാര്യം പറ. ഇംതിയാസ് ഓൻ 6 പാക്കാ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ അതിൻ്റെ പേയുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മടപ്പള്ളി കോളേജിൽ. നമുക്കറിയാം, ഒരു കോളേജാകുമ്പോൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് എല്ലാവരെയും എന്താ പറയുക മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന പരമാവധി ആൾക്കാരൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിവേ നമുക്ക് നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രം ആദിൽ.